യമനിലെ ഹൂതികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ വൻ ആക്രമണം നടത്തിയ വാർത്തകളാണ് പുറത്തുവരുന്നത്. തിരിച്ചടിയായി ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് പ്രത്യാക്രമണം നടത്തിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. യമനിലെ ഹൂതികൾ രണ്ടും കൽപ്പിച്ചാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഹൂതികളുടെ മുന്നിൽ അല്പമൊന്ന് അടിപതറിയെന്ന് തന്നെ പറയാം. ഇറാന്റെ പിന്തുണയോടെയാണ് ഇസ്രയേലിനെ വിറപ്പിക്കുന്ന 3 സായുധ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. അതിലാദ്യത്തേതാണ് ഹമാസ്. ഹമാസ് ഗസയിൽ ഒരു വർഷത്തോളമായി ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ള ഏകദേശം ഒരു വർഷമായി ഇസ്രയേലുമായി നിരന്തരം ഏറ്റുമുട്ടുന്നു. മൂന്നാമത്തെ ഇറാൻ പിന്തുണയുള്ള സംഘടനയാണ് യമനിലെ ഹൂതികൾ. 9 വർഷമായി യമനിൽ തന്നെ കടുത്ത ആഭ്യന്തര യുദ്ധത്തിലൂടെയാണ് ഹൂതികൾ കടന്നുപോകുന്നത്. ഇതിനിടയിലാണ് ഗാസയെ ഇസ്രയേൽ ആക്രമിച്ചതും അതിനു പ്രതികാരമായി ഹൂതികൾ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം അഴിച്ചുവിട്ടതും. ഇസ്രയേൽ ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൂതികളുടെ ആക്രമണം. നിലവിൽ അറേബ്യൻ കടലിൽ ഉൾപ്പെടെ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 90ഓളം കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത്. ഇവയിൽ 2 കപ്പലുകളെ മുഴുവനായും ഹൂതികൾ കടലിൽ മുക്കുകയും 4 നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഹൂതികൾ ഹൈജാക്ക് ചെയ്ത ഒരു കപ്പൽ ഇപ്പോഴും യമനിലെ തീരത്ത് കിടക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് അമേരിക്കയെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് വിലയിരുത്താൻ കഴിയുന്ന കപ്പലായ എബ്രഹാം ലിങ്കണിനെയും ആക്രമിച്ചിരിക്കുന്നത്. ചെങ്കടലിനോട് ചേർന്ന് അറബിക്കടലിലാണ് ഈ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കണിന്റെ പേരിലാണ് ഈ കപ്പൽ. വിമാനവാഹിനി കപ്പൽ കൂടിയാണിത്. നിരവധി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള യുദ്ധസന്നാഹങ്ങളുള്ള ഈ കപ്പലിനെ പൊടുന്നനെ ആക്രമിക്കുക ഒട്ടും എളുപ്പമല്ല. എന്നാൽ ഈ കപ്പലിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണം വിജയിച്ചു എന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. എന്നാൽ കപ്പലിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായതായി സ്ഥിരീകരണമില്ല. ആക്രമണം പ്രതിരോധിച്ചെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ 12 രാജ്യങ്ങളാണ് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം നേരിടാനായി സർവ്വസന്നാഹങ്ങളുമായി അണിനിരന്നിരിക്കുന്നത്. ഇതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് ഹൂതികൾ അമേരിക്കയുടെ പ്രൈഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന എബ്രഹാം ലിങ്കണിന് നേരെ ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ അഭിമാനത്തിനേറ്റ ക്ഷതമാണിത്. തുടർന്നാണ് ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക തിരിച്ചടിച്ചത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു കൊല്ലമായി അമേരിക്കയും ബ്രിട്ടനും തുടരെ ആക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂതികളെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. ആദ്യം ചരക്ക് കപ്പലുകളെയായിരുന്നു ഹൂതികൾ ലക്ഷ്യമിട്ടത്. ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഹൂതികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നു.